വേറെ NRI എവിടെയും ഡിക്ലെയർ ചെയ്തിട്ടില്ല. സോ ആള് റെസിഡന്റ് അക്കൗണ്ട് സൂക്ഷിക്കുന്നു. അതും ഇയാൾക്ക് SBI NRI അക്കൗണ്ട് ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഓർഡിനറി റെസിഡന്റ് അക്കൗണ്ട് ഉണ്ട്. അതങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ലീഗൽ വശം അണ്ടർ ഫെമ വയലേഷനാണ്. ഫെമ പ്രകാരം വയലേഷനാണ്. ഫൈന് കെട്ടാൻ ആൾക്കാർക്ക് പേടി വരും. ഓക്കെ, 5,000 പെർ ഡേ പെനാൽറ്റി വരും. മറ്റേ അതുപോലെ തന്നെ 3 times മണി ഇൻവോൾവ് ഈസ് ഓൾസോ ഫൈൻ. ഫെമ ഒറ്റ കോമ്പൗണ്ട് ഇത് കംപ്ലൈൻസ് മാത്രം, നോൺ കംപ്ലൈൻസ് മാത്രം, ഒറ്റ പെനാൽറ്റിയാണ്. ഓക്കെ, ഐഡിയലി ആ ഒരു ബന്ധപ്പെട്ടിട്ട് വളരെ റയറായിട്ട് മാത്രമേ RBI ഇതുപോലത്തെ ഒരു കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്ത് പെനാൽറ്റി ഇനിഷ്യേറ്റ്. ആർക്കെങ്കിലും ഒരു 10 പേർക്ക് കേസായി കോമ്പൗണ്ടിങ് ആയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എല്ലാവരും ശരിയായിക്കോളും. അതാണ് ഇതുവരെ അതൊരു സീരിയസ് എഫൻസ് ആയിട്ട് വന്നിട്ട് ഗവൺമെന്റ് എടുക്കാത്തതുകൊണ്ടാണ്. നിയമപരമായിട്ട് തെറ്റാണ്. ഐഡിയലി വന്നിട്ട് അത് കോൺഫ്ലിക്റ്റ് സംഭവിക്കും. ഇന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാം പാൻ കോൺഫിഗേർഡ് ആണ് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ. അവർക്കറിയാം നിങ്ങളുടെ എത്ര ബാങ്ക് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. റെസിഡന്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ അക്കൗണ്ടിൽ നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തരുത്. അതായത് റെസിഡന്റ് അക്കൗണ്ടിൽ വഴി ചിലപ്പോൾ ആൾക്കാർ ഡിമാറ്റ് അക്കൗണ്ട് വഴി ട്രാൻസാക്ഷൻ നടത്തും. അവിടെ ഇപ്പോൾ കൂടുതൽ പ്രശ്നം അതാണ്. ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാവും, മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ഉണ്ടാവും, പിന്നെ പറമ്പ് വാങ്ങുന്ന സമയത്ത് TDS കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് ഇതിലൂടെ ട്രാൻസാക്ഷൻ നടത്തും. അവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ വ്യക്തിക്ക് ഒരു NRO അക്കൗണ്ട് ഉണ്ടാവും, റെസിഡന്റ് അക്കൗണ്ട് ഉണ്ടാവും. കറക്റ്റ്. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് NRI എന്ന് പറഞ്ഞിട്ടായിരിക്കും അല്ലെ, Form 2 വെച്ചിട്ടാണ് ITR ഫയൽ ചെയ്യുന്നത്. ITR ഫയൽ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഫോർ എക്സാമ്പിൾ ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾ ഷെയർ ട്രേഡ് ചെയ്യുന്ന ആളാണല്ലോ, TDS മെക്കാനിസം വർക്ക് ചെയ്യുന്നത് ഓൺലി നോൺ റെസിഡന്റ് ആണ്. റെസിഡന്റിന് TDS ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കുക, ഒരു വ്യക്തി അയാൾ IT റിട്ടേൺ ഫയൽ ചെയ്യുന്നു നോൺ റെസിഡന്റ് എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അയാളുടെ ഈ പറയുന്ന IT റിട്ടേണിൽ ഈ ട്രാൻസാക്ഷൻ ഒക്കെ റിപ്പോർട്ട് ആവും. അല്ല 26 yearsൽ ഈ ട്രാൻസാക്ഷൻ ഒക്കെ റിപ്പോർട്ട് ആവും. ആ ട്രാൻസാക്ഷനിൽ എവിടെയും തന്നെ TDS പിടിച്ചിട്ടുണ്ടാവില്ല. ഓട്ടോമാറ്റിക്കലി കോൺഫ്ലിക്റ്റ് ആയി. എങ്ങനെയാണ് ഒരു നോൺ റെസിഡന്റിന് ഡിമാറ്റ് അക്കൗണ്ടിൽ ട്രേഡിംഗ് നടക്കുന്നു, TDS പിടിക്കുന്നില്ല, ഓട്ടോമാറ്റിക്കലി ക്വസ്റ്റ്യൻ മാർക്കായി. അപ്പോൾ സിമ്പിൾ കാര്യം, വൺസ് NRI ആയി കഴിഞ്ഞാൽ റെസിഡന്റ് അക്കൗണ്ട് ഉണ്ടാവാൻ പാടില്ല. NRI അല്ലെങ്കിൽ NRO അക്കൗണ്ട് ഉണ്ടാവാൻ പാടില്ല. NRI അക്കൗണ്ട് ഈ റെസിഡന്റ് അക്കൗണ്ട് NRO അക്കൗണ്ട് ആയിട്ട് നമ്മൾ മാറ്റം. നമ്മൾ ബാങ്കിൽ പറയണം എക്സിസ്റ്റിംഗ് റെസിഡന്റ് അക്കൗണ്ട് നമ്മൾ NRO ആയിട്ട് മാറ്റം വേണം. ഇതിന്റെ വേറൊരു കോൺഫ്ലിക്റ്റ് പറഞ്ഞുതരാം. അസ്യൂം വന്നിട്ട് ആ ബാങ്കിൽ ഒരു എക്സാമ്പിൾ ഒരു 10 ലക്ഷം രൂപയുണ്ട് നിങ്ങളുടെ റെസിഡന്റ് അക്കൗണ്ടിൽ, നിങ്ങളുടെ NRO അക്കൗണ്ടിൽ 10 ലക്ഷം രൂപയുണ്ട്. ഗവൺമെന്റിന് ശരിക്കും പറഞ്ഞാൽ ലോസ് ഓഫ് റവന്യൂ ആണ്. TDS അതിൽ 30% TDS NRO അക്കൗണ്ടിൽ, റെസിഡന്റ് അക്കൗണ്ടിൽ 10% TDS. അവിടെ തന്നെ 20% ലോസ് ഓഫ് റവന്യൂ വന്നു ഗവൺമെന്റിന്. നമ്മൾ ടാക്സ് പറ്റിച്ചെന്നായി. അവരെ സംബന്ധിച്ചിടത്തോളം ടാക്സ് ഇവേഷൻ പോലെ ആയില്ലേ. അപ്പൊ നോർമലി ആൾക്കാർ ചോദിക്കും ഇത് എന്താണ് പ്രശ്നം എന്ന്. ഐഡിയലി എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ ബാങ്ക് ക്ലിയർ ആയിട്ട് പറയും നിങ്ങൾ മിസ്റെപ്രസെന്റ് ചെയ്തു. അല്ല, യു മിസ്റെപ്രസെന്റ്. ബാങ്കിനെ കുറ്റം പറയാൻ പറ്റത്തില്ല.